അപ്പോൾ റമ്മും വൈനും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് ആദ്യം കുറച്ച് മുന്തിരി ജ്യൂസ് എടുക്കണം. അതിന് ഞാനിവിടെ 250 ഗ്രാം മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും വെള്ളമോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കാം. ഇനി ഈ ജ്യൂസിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ടൈം എടുക്കും, എന്നാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ജ്യൂസ് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെയാണ് തണുപ്പിച്ചെടുക്കേണ്ടത്. ഇനി ഞാൻ ഈ പ്ലം കേക്കിലേക്ക് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എടുക്കുന്നുണ്ട്. 1/4 കപ്പ് വീതം കാഷ്യൂനട്ട്, ട്യൂട്ടി ഫ്രൂട്ടി, കറുത്ത ഉണക്കമുന്തിരി, ഇത് ഇത്രയാണ് എടുക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇതെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. മുന്തിരി ജ്യൂസ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് അരിക്കാതെ വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിവിടെ അരിച്ചാണ് ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കണ്ടെയ്നർ അടച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ഓവർനൈറ്റെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ മാത്രമേ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോക്കായി വരികയുള്ളൂ. ഞാനിവിടെ ഒരു രാത്രി ഫുള്ളും ഫ്രിഡ്ജിൽ ഇതിങ്ങനെ സൂക്ഷിച്ചിട്ടാണ് പകല് ഇതെടുത്ത് കേക്കിലേക്ക് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കാരമലൈസ് ചെയ്തെടുക്കുന്നത്. എന്നാൽ മാത്രമേ ആ പ്ലം കേക്കിൻ്റെ കളറ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം വെരി ലോ ഫ്ലെയിമായി സെറ്റ് ചെയ്യാം. ഇനി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് ദൂരോട്ട് മാറി നിന്ന് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കുന്ന പോലെ തോന്നും. എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടങ്ങ് മെൽറ്റായി വരും. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അധികം കരിഞ്ഞു പോകരുത്, കയ്പ്പ് രസം വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നിന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് ഇന്നലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെയുള്ള മിക്സാണിത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ജ്യൂസ് നമുക്ക് ഇനിയും ആവശ്യമുണ്ട്, അതുകൊണ്ട് കളയരുത്. നമ്മൾ കേക്ക് ചെയ്ത് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ ജ്യൂസിൻ്റെ മിക്സ് ഒന്ന് പുറത്തെടുത്ത് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇതിപ്പോൾ ജ്യൂസും സോക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്കിട്ട് ഇതിങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി പഞ്ചസാര പൊടിച്ചെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 1/4 കപ്പ് പഞ്ചസാരയാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ ചെറിയൊരു കഷ്ണം പട്ട, ഒരു ചുക്ക്, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, 2 3 ഗ്രാമ്പു, ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ പൊടി ഉണ്ടെങ്കിൽ 2 പിഞ്ച് വീതം പൊടി എടുത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം.
ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററോ വിസ്കോ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. പഞ്ചസാര പൊടിച്ചത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഡയറക്റ്റ് ചേർത്താലും മതി, അതല്ലെങ്കിൽ അരിച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഓരോ മുട്ടയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. 2 മുട്ടയാണ് എടുക്കേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണിത്. ഇനി മുട്ട രണ്ടും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായി വരണം. ഇപ്പോൾ ഇവിടെ മുട്ട ചേർത്ത് നന്നായിട്ട് ഫ്ലഫിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കാരമൽ ചെയ്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കാരമൽ ചെയ്ത പഞ്ചസാര ഉണ്ട്. ഇത് ബീറ്റർ ഉപയോഗിക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ ലോ സ്പീഡിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കേക്കിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇതുപോലൊരു സ്ക്രേപ്പറിൽ വെച്ചതിന് ശേഷം ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. ഓറഞ്ചിൻ്റെ വൈറ്റ് പോർഷൻ വരാതെ സൂക്ഷിച്ചോണം, അത് വന്നു കഴിഞ്ഞാൽ കയ്പ്പാകും. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ, മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അളന്നെടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും കൂടി ചേർക്കണം. ഒരു സ്പാച്ചുല കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ആ ഡ്രൈ ഫ്രൂട്ട്സിലേക്കും നട്ട്സിലേക്കും 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേക്കിലേക്ക് ഇടുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കേക്കിൻ്റെ അടിഭാഗത്തേക്ക് പോകും. അപ്പോൾ എല്ലാ ഭാഗത്തും മിക്സായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി ജ്യൂസ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നെടുത്ത് അത് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഉപയോഗിച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ വെച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണിത്. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ പ്രഷർ കുക്കർ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മണലോ ഉപ്പോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതുപോലൊരു സ്റ്റാൻഡിന് മുകളിലേക്ക് ഡയറക്റ്റ് കേക്ക് ടിൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി വെച്ച് കൊടുക്കുക, കൈയൊന്നും പൊള്ളിക്കാതെ. ഇനി നമുക്ക് ലിഡ് അടച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലൊരു ടവലിട്ട് കൊടുക്കാം. ടവലിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗവും നന്നായിട്ടൊരു ബ്രൗൺ കളറിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. വാഷർ മാറ്റാതെ തന്നെയാണ് കുക്കറിൻ്റെ ലിഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് യൂസ് ചെയ്യേണ്ട. 7 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി വെരി ലോ ഫ്ലെയിമിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞു. കേക്ക് നല്ല കളറായി വന്നിട്ടുണ്ട്. സ്ക്രൂവർ ക്ലീനായി വരുന്നുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഇത് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും കരിയാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്യാം. ഞാനിവിടെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള മുന്തിരി ജ്യൂസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നല്ലൊരു കളർ കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആവുകയും ചെയ്യും. ഇങ്ങനെ ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കേക്ക് തണുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്.
ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു നല്ല ടേസ്റ്റ് വരും. നമ്മൾ മുന്തിരി ജ്യൂസ് ബ്രഷ് ചെയ്തിട്ട് ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ആ സെയിം മണമൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്